ശിമോൻ നമുക്ക് നൽകുന്ന നാലാമത്തെ ആത്മീയ പാഠം സൂക്ഷിച്ചു ചുമപ്പാൻ നിർബന്ധിക്കപ്പെടും. कुरानी शिमोन के द्वारा जो है हमें आत्मिक जो सीख मिलती है, जो जबरदस्ती जो है क्रूस को उठाने की जो है अवस्था पड़ेगी. ആ നിർബന്ധത്തോടുള്ള ബന്ധത്തിൽ സുവിശേഷം അറിയിക്കുവാനുള്ള നിർബന്ധം എന്നൊരു നിർബന്ധം നമ്മൾ കണ്ടു. एक व्यवस्था हमने देखा कि वहाँ पे सुसमाचार सुनाने की जो है व्यवस्था को हमने देखा. അത്രയും മാത്രം മനസ്സിലാക്കിയാൽ പോരാ, उतना ही केवल समझने की आवश्यकता नहीं है, അതിനുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ കൂടെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. उसके संबंध में कुछ और भी बातें हमें सीखनी है. ആദ്യം ആ രണ്ട് വാക്യങ്ങൾ നമ്മൾ വായിച്ച വാക്യങ്ങളാണ്. രണ്ട് വാക്യങ്ങൾ ഒന്നും കൂടെ വായിക്കാൻ പോവുകയാണ്. दो वाक्य और वापस पढ़ने आ रहे हैं हम लोग. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 16-ാം വാക്യം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 16-ാമത്തെ വാക്യം. 1 कुरिन्ती 9वां अध्याय उसका 16वां वाक्य. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. കണ്ടോ? അപ്പോൾ ആ നിർബന്ധം, സുവിശേഷം അറിയിക്കുവാനുള്ള നിർബന്ധം, वो जो जबरदस्ती है वो सुसमाचार को सुनाने की व्यवस्था है. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 14-ാം വാക്യം. അത് നമ്മൾ വായിച്ച വാക്യമാണ്. 2 कुरिन्ती 5वें अध्याय का 14वां वाक्य. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. क्योंकि मसीह का प्रेम हमें विवश कर देता है. അപ്പോൾ സുവിശേഷം അറിയിക്കുവാനുള്ള നിർബന്ധം നമ്മുടെ മേലുണ്ട്. सुसमाचार सुनाने की जो व्यवस्था हमारे ऊपर है. എന്തുകൊണ്ട് സുവിശേഷം അറിയിക്കണം? क्यों हमें सुसमाचार सुनाना है? അതിന് 7 കാരണങ്ങൾ ഞാൻ പറയാൻ പോകുന്നു. उसके 7 कारणों को मैं आप लोग के सामने बताने जा रहा हूँ. സുവിശേഷം അറിയിക്കാനുള്ള നിർബന്ധം നമ്മുടെ മേലുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ പോരാ. सिर्फ यही जानना काफी नहीं है कि सुसमाचार सुनाने की जो है निर्बंधता हमारे ऊपर है. എന്തുകൊണ്ടാണ് നമ്മൾ സുവിശേഷം അറിയിക്കേണ്ടത്? क्यों हमें सुसमाचार को सुनाना है? ഒന്നാമത്തെ അപ്പോൾ അടുത്ത സബ് ഹെഡിങ്, എന്തുകൊണ്ട് നാം സുവിശേഷം അറിയിക്കണം. अगले जो है शीर्षक है कि हमें क्यों सुसमाचार सुनाना है. 1, पहला, ഇത് കർത്താവിന്റെ കൽപ്പനയാണ്. ये परमेश्वर की कल्पना है. परमेश्वर സുവിശേഷം അറിയിക്കുക എന്നുള്ളത് കർത്താവിന്റെ കൽപ്പനയാണ്. ये परमेश्वर की कल्पना है कि हम सुसमाचार सुनाएं. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാമത്തെ വാക്യം. मरकोस जो है 16 का जो है 15वां वाक्य. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. और उसने उनसे कहा, तुम सारे जगत में जाकर सारी सृष्टि के लोगों को सुसमाचार प्रचार करो. അപ്പോൾ ഇത് കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പനയാണ്. ये परमेश्वर के द्वारा जो अपने शिष्य को कहा गया वह जो बातें हैं. സകല സൃഷ്ടികളോടും സുവിശേഷം പറയണമെന്നുള്ളത് കർത്താവിന്റെ കൽപ്പന. सारी सृष्टि के लोगों को सुसमाचार प्रचार करने की जो है परमेश्वर की आज्ञा है. ये അതുകൊണ്ട് നിർബന്ധം നമ്മുടെ മേൽ കിടക്കുന്നു. इसलिए जो है व्यवस्था हमारे ऊपर पड़ा हुआ है. ഇത് കർത്താവിന്റെ കൽപ്പനയായതുകൊണ്ട് നിർബന്ധം നമ്മുടെ മേൽ കിടക്കുന്നു, സുവിശേഷം പറയണം. ये परमेश्वर की आज्ञा है, इस कारण से हमारे ऊपर जो है वो व्यवस्था पड़ी हुई है. ഇനി 2, എന്തുകൊണ്ട് നമ്മൾ സുവിശേഷം പറയണം. अब दूसरा, हम क्यों जो है सुसमाचार सुनाएं. ഒരാത്മാവിന്റെ വില വലിയതാണ്. एक आत्मा की मोल जो है बहुत बड़ी है. അതുകൊണ്ട് സുവിശേഷം പറയണം. इसके लिए हमें सुसमाचार सुनाना है. മർക്കോസിന്റെ സുവിശേഷം मरकोस सुसमाचार 8-ാം അധ്യായം 8वां अध्याय 36-ാം വാക്യം. उसका 34वां वाक्य. മർക്കോസ് 8:36. मरकोस 8 ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും ഒരു മനുഷ്യൻ സർവ്വലോകം നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? കണ്ടോ? അപ്പോൾ 8:36. मतलब एक मनुष्य जो है सब कुछ प्राप्त कर ले लेकिन अपने प्राण को नहीं बचा पाए तो उसे क्या प्रयोजन होगा. അപ്പോൾ സർവ്വലോകത്തെക്കാളും വിലയുള്ളതാണ് ഒരാത്മാവിന്റെ വില. मतलब सभी दुनिया में जितनी भी चीजें हैं उन सबसे बढ़कर अनमोल है एक आत्मा की कीमत. സമ്പന്നന്റെ വിലയും ദരിദ്രന്റെ വിലയും ഒന്നുപോലെയാണ്. मतलब अमीर हो चाहे वो गरीब हो, दोनों का मूल एक ही है. ഇപ്പം കോടീശ്വരൻ മരിച്ചാലും യാചകൻ മരിച്ചാലും പിന്നെ ആ കിടക്കുന്നതിനെ ഡെഡ് ബോഡി, ശവമെന്നേ വിളിക്കത്തുള്ളൂ. चाहे करोड़पति मर जाए चाहे याजक मर जाए, उस पड़े हुए जो है लाश को जो है बॉडी कहते, डेड बॉडी ही कहते हैं. ഈ രണ്ടുപേരുടെയും ആത്മാവിന്റെ വില
തുല്യമാണ്. इन दोनों की आत्मा की जो मोल है या कीमत जो है वो बहुत ज्यादा है. അല്ലാതെ കോടീശ്വരന്റെ ആത്മാവിന് വില കൂടുതലും ഈ ഭിക്ഷക്കാരന്റെ ആത്മാവിന് വില കുറവും അത് നമ്മൾ ചിന്തിക്കുന്നവരേ ഇല്ല. मतलब हम लोग ऐसी चिंता नहीं करते हैं कि जो करोड़पति है उसकी आत्मा की कीमत ज्यादा है या जो भिखारी है उसकी कीमत जो है कम है करके. അപ്പോൾ ആത്മാവിന്റെ വില വലിയതാണ്, അതുകൊണ്ട് നാം സുവിശേഷം പറയണം. आत्मा की कीमत जो है अधिक है, इसलिए हमें सुसमाचार सुनाना है. ഇനി മൂന്ന്, अभी तीसरा എന്തുകൊണ്ട് നമ്മൾ സുവിശേഷം പറയണം? तीसरा हम क्यों सुसमाचार सुनाए. നരകത്തിന്റെ ഭീകരത, नरक की जो है गंभीरता के बारे में. ഒരു വ്യക്തി കൈവിട്ടു പോയാൽ एक व्यक्ति अगर हाथ से छूट जाए ഭീകരമായ നരകത്തിലാണ് നിത്യത കഴിക്കേണ്ടി വരിക. मतलब उसको जो है नरक के अंदर जो है अपना आगे का जीवन जो है बिताना पड़ेगा. ലൂക്കോസിന്റെ സുവിശേഷം लूकोस का सुसमाचार 16-ാം അധ്യായം 16वां अध्याय 24-ാമത്തെ വാക്യം. 24वां जो है आयत. ലൂക്കോസ് 16:24 ധനവാൻ പറയുന്ന കാര്യമാണ്. लूकोस 16 का जो है 24. അബ്രഹാം പിതാവേ എന്നോട് കനിവുണ്ടാകണമേ, ആ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. तब उसने पुकार कर कहा, തീർന്നില്ല അടുത്തത്. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. मैं इस ज्वाला में तड़प रहा हूं. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുമെന്ന ഒരു സംഭവത്തിൽ കൂടി കർത്താവ് പറയുകയാണ്. एक व्यक्ति अगर मर जाए तो एक घटना के द्वारा जो है परमेश्वर वहां पर चित्रित कर रहा है. ഈ ധനവാന്റെയും ലാസന്റേതും ഉപമയല്ല, സംഭവ കഥയാണ്. मतलब ये धनवान और जो लाजर की जो है वहां पे कोई उदाहरण नहीं दिया परमेश्वर ने. ये जो घटना जो घटी है उसके बारे में परमेश्वर ने बताया है. ഈ ഉപമ പറയുമ്പോൾ ഒരാൾക്ക് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ, അത് ഉപമയാണ്. मतलब अगर कोई उदाहरण देता है तो ये कह सकता है कि एक व्यक्ति को जो है 100 भेड़े हो सकता हो, मान लो हो है करके. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ, एक स्त्री- അത് ഉപമയാണ്. एक स्त्री को जो है 10 सिक्के हैं करके मान लीजिए, ऐसा बोलना जो है एक उदाहरण है. എന്നാൽ ഇത് പറയുന്നിടത്ത് ധനവാനായ മനുഷ്യൻ ഉണ്ടെന്നിരിക്കട്ടെ എന്നല്ല, ധനവാനായ മനുഷ്യൻ ഉണ്ടായിരുന്നു. तो यहाँ पर परमेश्वर ये नहीं कहा कि धनवान वाला व्यक्ति है करके, बल्कि ये बोला कि एक व्यक्ति वहां पर वास्तव में है करके बोला है परमेश्वर ने. അപ്പോൾ കർത്താവ് ഒരിക്കലും ബോഷ്ക്ക് പറയുന്നവനല്ല. परमेश्वर कभी भी झूठ बोलने वाला परमेश्वर അപ്പോൾ नहीं है ഇതൊരു वो. സംഭവ കഥ കർത്താവ് പറയുക. ये घटना जो घटी है उसके बारे में परमेश्वर व्यक्ति रूप से बता रहा है. ആ ധനവാനായ മനുഷ്യൻ ചെയ്യേണ്ട കാര്യം ചെയ്തില്ല. उस धनवान व्यक्ति को जो करना चाहिए उस व्यक्ति ने नहीं किया. അവന് സുഖിച്ച് പൊളച്ച് അവനങ്ങ് ജീവിക്കുക. वो बड़े ही सुख विलास के साथ अपना जीवन व्यतीत कर रहा था वो. എന്നാൽ അവന്റെ പഠിപ്പത വാതുക്കൽ ദരിദ്രനായ ലാസർ എന്നൊരുത്തൻ കിടപ്പുണ്ട്. लेकिन उसकी डेवड़ी पर जो है एक दरिद्र लाजर जो है वहां पे पड़ा हुआ था. അവൻ ഭക്തനായ മനുഷ്യനാണ്. वो एक भक्त वाला मनुष्य था. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. धनवान जो है मरा और उसे गाड़ा गया. അതവിടെ എടുത്തു പറയുന്നുണ്ട്, ധനവാന്റെ അടക്കം എടുത്തു പറയുന്നുണ്ട്. वहां पे धनवान को जो दफनाया गया था उस रीति के बारे में जो बहुत अच्छी तरीके से वहां प्रकट किया हुआ है. എന്നാൽ ലാസറിനെ പറ്റി പറയുന്നിടത്ത് ആ ദരിദ്രൻ മരിച്ചപ്പോൾ वहां पे लाजर के बारे में कहा गया कि जब वो दरिद्र मरा तब അവന്റെ അടക്കം പറഞ്ഞില്ല. उसके दफनाने के बारे में नहीं बताया. വല്ല മുനിസിപ്പാലിറ്റിക്കാർ കൊണ്ട് കുഴിച്ചിട്ട് കാണും. हो सकता है किसी म्युनिसिपालिटी वाले ने जाके उसको दफना दिया हो. പിന്നത്തെ കാര്യം ആ വിഷയം, उसके बाद की बात है, विषय की बात. ധനവാന്റെ ആത്മാവ് യാതനാ സ്ഥലത്ത് പോയി. जो धनवान की आत्मा है वो जहां पे नरक में चला गया, ആ ദരിദ്രന്റെ ആത്മാവ് പരദീസയിലേക്ക് പോയി. और जो दरिद्र की आत्मा जो थी वो दूसरे स्वर्ग में चला गया. वो ഈ അബ്രഹാമിന്റെ മടി എന്ന് പണ്ട് ഈ അബ്രഹാമിന്റെ മടി എന്ന മലയാളത്തിൽ ഹിന്ദിയിൽ എന്താന്ന് എനിക്കറിയത്തില്ല. अब्राहम की गोद, अब्राहम की गोद में. അങ്ങനെ തന്നെയാണ് എഴുതിയേക്കുന്നത്. അപ്പൊ ഞാൻ ഈ കുഞ്ഞിലെ ആ ഭാഗം വായിക്കുമ്പോൾ അബ്രഹാമിന് ഒരു വലിയ മടിയുണ്ട്. അദ്ദേഹം ഇങ്ങനെ ചമ്പളക്കുട്ട ഇട്ടിരിക്കുമ്പോൾ ഒരു വലിയ മടിയുണ്ട്, അതിൻ്റെ അകത്തോടൊക്കെ ആത്മാക്കളൊക്കെ ചെന്ന് വീഴുക. तो पहले पास जब छोटे थे तो ये सोचते थे कि जो पद जो पढ़ा कि अब्राहम की गोद, उनको लगता था कि शायद अब्राहम की जो गोद जो है बहुत बड़ी होगी और बहुत सारी आत्माएं जाके उस गोद पे आके बैठती होगी करके इनको लगता था. അങ്ങനെയല്ല, ഈ അബ്രഹാം അവിടെ ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു പേര് കിട്ടിയെന്നേ ഉള്ളൂ. ऐसा नहीं है, वहां पे अब्राहम है इस कारण से जो है उसको एक नाम मिला है वहां. അപ്പോൾ ആ ദരിദ്രൻ ആ പരദീസായിൽ അബ്രഹാമും കൂടെ ഉള്ള സ്ഥലത്തേക്ക് പോയി. मतलब वो जो कंगाल जो था वो अब्राहम जिस अवस्था जहां पे था वहां पर ये दरिद्र भी चला गया वहां पे. ഈ യാതനാ സ്ഥലത്ത് കടന്ന് ഈ ധനവാൻ നിലവിളിക്കുകയാണ്. ये यातना से भरे हुए जगह पे पड़े हुए जो है ये धनवान जो है पुकार रहा है. ഞാൻ ഈ യാതന
ഇവിടെ ഞാൻ യാതന അനുഭവിക്കുന്നു. यहाँ पे मैं तड़प रहा हूँ. ഈ ലാസറിനെ ഇങ്ങോട്ട് വിട്ട് വിരലിൽ വെള്ളം മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാൻ വിടണം. लाजर को यहाँ बेच कर जो है उंगली पर जो है पानी का बूंद जो है पानी लगाकर मेरे मुंह पे लगाने के लिए कहा उसने. ഈ വിരലെ വെള്ളത്തിൽ മുക്കി പൊക്കിയാൽ എന്നും വേണ്ടി വെള്ളം കിട്ടും. मतलब इस उंगली को जो है पानी में डुबो कर उठाए तो कितना पानी आएगा इसमें? ഒരു തുള്ളി വെള്ളം കിട്ടും. एक बूंद पानी आएगा. അപ്പൊ ഈ അബ്രഹാം പിതാവ് ഇദ്ദേഹത്തെ വിടുക എന്ന് വച്ചോ. मतलब सोचो कि अगर अब्राहम पिता इसको मान लो भेज दिया, ഈ ഒരു തുള്ളി വെള്ളവുമായിട്ട് എങ്ങോട്ടായി വരുന്നത്? ജ്വാലയ്ക്കകത്തോട്ടായി. इस एक बूंद पानी के साथ कहां पर आएगा? वो जहां पे ज्वाला जल रही है वहां पर आएगा. वो ലാസറിയെല്ലും വെള്ളം ചെല്ലത്തില്ല. लाजर पहुंच जाएगा लेकिन पानी नहीं पहुंच पाएगा. അപ്പോഴത്തേക്ക് ഈ ഒരു തുള്ളി വെള്ളം അങ്ങ് ബാഷ്പീകരിച്ച് അങ്ങ് പോകും. मतलब जो है एक बूंद पानी जो एवापोरेट होकर निकल जाएगा. ഇനിയും പോട്ട് ഈ ലാസറും ചെന്നു, ഈ ഒരു തുള്ളി വെള്ളവും ചെന്നു. मान लो कि लाजर भी चला गया वहां पर और ये एक बूंद पानी भी चला गया. അത് നമ്മുടെ ധനവാന്റെ നാക്കിന് കിട്ടുമെന്ന് എൻ്റെ ഉറപ്പ്. मतलब क्या जरूरी ऐसा मतलब जरूरी तो नहीं है कि उसके जो है धनवान के जो जुबान पे ये मिले. ഇവൻ ചെല്ലുന്നതിന് മുമ്പേ പോയി കിടക്കുന്ന ആയിരക്കണക്കിന് ധനവാന്മാർ അവിടെ കിടപ്പുണ്ട്. वहां पे इससे पहले से गए हुए हजारों की संख्या में जो धनवान लोग वहां पर मौजूद है. സീനിയോറിറ്റി പ്രശ്നം പറഞ്ഞ എല്ലാ ധനവാന്മാരും കൂടി പാമ്പിടിച്ച ലാസറിനെ ഉണ്ടപ്പിടുത്തം പിടിക്കും. मतलब वरिष्ठता के जो है आधार पर जो है बहुत सारे जो है धनवान जो है एक दूसरे को पकड़ खींचना शुरू कर देंगे वहां पे. ഈ വെള്ളം കൊടുത്തേച്ച് തിരിച്ചു പോക്ക് നടക്കത്തില്ല. मतलब ये पानी देके जो है वापस आना उससे नहीं हो पाएगा. അബ്രഹാം പറഞ്ഞു ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. अब्राहम ने कहा ये कुछ नहीं हो सकता है. ഇവിടെ നിന്ന് ഒരുത്തൻ അങ്ങോട്ടും അവിടെ നിന്ന് ഒരുത്തൻ ഇങ്ങോട്ടും വരാൻ കഴിയത്തില്ല. यहाँ से कोई व्यक्ति वहां पे और वहां से कोई व्यक्ति यहाँ पर नहीं आ सकता है. അപ്പോൾ നരകത്തിന്റെ ഭീകരത വലുതാണ്. नरक की जो गंभीरता बहुत बड़ी है. അതുകൊണ്ട് നമ്മൾ സുവിശേഷം പറയണം. इसलिए हमें सुसमाचार सुनाना है. നശിച്ചു പോകുന്ന ഈ ആത്മാക്കൾ നമ്മുടെ ഭവനങ്ങളിലും ഉണ്ട്, രക്ഷിക്കപ്പെടാത്തവർ എൻ്റെ ഭവനത്തിലും ഉണ്ട്. അപ്പോൾ ആ വലിയ ഭാരം നമുക്ക് എല്ലാവർക്കും വേണം. मतलब नष्ट होने वाली आत्मा मेरे घर में भी है, आपके घर पे भी है. उन सबको जो छुड़ाने की जो है जिम्मेदारी हम सबकी है. ഇനി 4 എന്തുകൊണ്ട് സുവിശേഷം പറയണം? चौथा, हमें किस लिए और जो है सुसमाचार सुनाना है? ലോകത്തിന്റെ അവസ്ഥയാണ്. दुनिया की अवस्था. ആ വാക്യം വായിച്ചേച്ച് ഞാൻ വിശദീകരിക്കാം. उस वाक्य को पढ़कर मैं मतलब उसको प्रकट करता हूँ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം प्रेरितों के अध्याय 14 अध्याയം उसकी 16वां अध्याय का 9 വാക്യം. उसका 9वां वाक्य. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14 അധ്യായം 9 വാക്യം. 16 का 9 प्रेरितों के अध्याय. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മെക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്നു. നീ മെക്കദോന്യക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതിനായി ഒരു ദർശനം അപ്പൊ കണ്ടു. वहां पौलुस ने रात को एक दर्शन देखा कि एक मकीदुनी पुरुष खड़ा हुआ, उससे विनती करके कह रहा है, पार उतरकर मकीदुनिया में आ और हमारी सहायता कर. ഇതിനെ മാസിഡോണിയൻ കോൾ, മക്കദോനിയ വിളി എന്നാണ് ഇതിനെ പറയുന്നത്. इसको मास्कोनिया कॉल या फिर मकीदुनी जो है बुलाहट के बारे में बताया गया है. മക്കദോനിക്കാരനാൽ ഒരുത്തൻ നിന്ന് നിലവിളിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്, കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക. मकीदुनी एक पुरुष जो है वहां पर खड़े होकर विनती कर रहा है, उसे पुकार के कह रहा है कि आकर हमारी सहायता कर. അപ്പൊ ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. ലോകം നിലവിളിക്കുന്നു, സഹായത്തിന് വേണ്ടി നിലവിളിക്കുന്നു. मतलब दुनिया की अवस्था यही है कि वो जो है पुकार रहा है सहायता के लिए. ലോകത്തെ സഹായിപ്പാൻ ദൈവദാസന്മാർക്ക് മാത്രമേ ഈ കാലത്ത് കഴിയത്തുള്ളൂ. दुनिया की सहायता करने के लिए परमेश्वर के दासों से ही हो पाएगा. സുവിശേഷത്തിന് മാത്രമേ ലോകത്തെ സഹായിപ്പാൻ കഴിയത്തുള്ളൂ. सुसमाचार से ही जो है दुनिया का जो है छुटकारा हो सकता है. യാതൊരു തത്വ സംഹിതകൾക്കും ഇനി ലോകത്തെ രക്ഷിപ്പാൻ കഴിയത്തില്ല. कोई भी तथ्य जो है इस संसार को बचा नहीं सकती है. അപ്പൊ ലോകം നമ്മളെ ക്ഷണിക്കുന്നു, വിളിക്കുന്നു. അതുകൊണ്ട് നമ്മൾ സുവിശേഷം പറയാം. दुनिया हमें बुला रही है, हमारा स्वागत कर रही है, इसलिए हमें जाके सुसमाचार सुनाना है. ഇനി 5 എന്തുകൊണ്ട് നാം സുവിശേഷം പറയാം? 5 हम क्यों जाके सुसमाचार सुनाएं? വയലിന്റെ ദർശനം. मतलब खेत का दर्शन. ഞാൻ തലക്കെട്ടായി പറഞ്ഞു പോകുന്നത്, വാക്യം വായിച്ച് ഞാൻ വിശദീകരിക്കാം. मैं ये जो शीर्षक बता रहा हूं मैं आप लोग से, बाकी बाद में पढ़ेंगे. യോഹന്നാന്റെ സുവിശേഷം യോഹന്നാ का सुसमाचार 4 അധ്യായം उसका 4वां अध्याय 35 വാക്യം. 35वां वाक्य. യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായം 35 വാക്യം. യോഹന്നാ का 4 और उसका 35 वाक्य. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നു എന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. क्या तुम नहीं कहते कटनी होने का अब भी 4 महीने पड़े हैं?
देखो मैं तुमसे कहता हूं अपनी आंखें उठाकर खेतों पर दृष्टि डालो कि वे कटनी के लिए पक चुके हैं കാരണം കൊയ്ത്തിന് വയല് വിളഞ്ഞു കിടക്കുകയാണ്. क्योंकि खेत जो है कटनी के लिए तैयार हो चुका है पक चुका है നമ്മുടെ കർത്താവ് ശമര്യയിൽ ചെന്നപ്പോൾ നടന്ന സംഭവമാണ്. हमारा मसीह जो है सामरी में जब पहुंचा तब हुई घटना है ये ശമര്യക്കാരിയായ സ്ത്രീയോട് കർത്താവ് സംഭാഷിക്കുന്നു. सामरी स्त्री से जो है परमेश्वर ने बात किया അവള് മാനസാന്തരപ്പെട്ടു. उसे मन फिराया അവള് ചെന്ന് ശമര്യയിലുള്ളവരോട് പറഞ്ഞു, ഞാൻ ചെയ്തതല്ല എന്നോട് പറഞ്ഞവനെ കാണാൻ വരാൻ പറഞ്ഞു. उसने जाके सामरी के सारे निवासियों से बोला कि जो कुछ भी मैंने किया उसके बारे में उसने मुझे भविष्य ने मुझे पूरी बातें बता कर दिया. ഈ സമയത്ത് ഭക്ഷണം കൊള്ളാൻ പോയ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. और उस समय पे जो है जो भोजन लेने के लिए गए हुए जो शिष्यगण जो है वहां पे पहुंचे അപ്പോൾ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, तब यीशु जो है शिष्यगणों से कह रहा है നിങ്ങൾ പറയുന്നല്ലോ ഇനി കൊയ്ത്തിന് 4 മാസം കൂടെ ഉണ്ടെന്ന്. आप लोग कह रहे हैं कि अभी कटनी के लिए 4 महीने बचे हुए हैं. നിങ്ങൾ തലപൊക്കി നോക്ക്. आप जरा सिर उठा के देखो. കൊയ്ത്തിന് ഇപ്പോൾ തന്നെ വയല് വിളഞ്ഞു കിടക്കുക. उसे कहा कि अभी जो है कटनी के लिए जो है खेत पक चुका है. അവിടുത്തെ ആക്ഷരിക അർത്ഥം ഇതാണ്. उसका आश्रय अर्थ यही है. ആ ശമരിയ പട്ടണക്കാർ മുഴുവൻ ഈ സ്ത്രീയുടെ വാക്ക് കേട്ട് യേശുവിന്റെ അടുക്കലേക്ക് वो വരിക. सामरी निवासी सारे जो है स्त्री की बात सुनकर उसके पास पहुंचे. അത് അധ്യായത്തിലുണ്ട്. उस अध्याय में है वो. ദേണ്ട കൊയ്യാൻ പാകത്തിന് ഇതാ ശമരിയക്കാർ മുഴുവൻ കയറി देखो വരികയാണ്. कटनी की अवस्था में ये सामरी निवासी सबके सब आ रहे हैं. ഇനി 4 മാസം ഉണ്ടെന്ന് പറഞ്ഞ് കാത്തു अभी നിൽക്കണ്ട. 4 महीने और बचे में बोल के प्रतीक्षा ഈ नहीं करनी है. ശമരിയ പട്ടണത്തെ കൊയ്യത്തക്കവണ്ണം പാകമായി കിടക്കുക. कहता अब जो है सामरी शहर जो है वो कटनी की अवस्था में पूरा पहुंच चुका है. ഇതാണ് വയലിന്റെ ദർശനം. यह है खेती का जो दर्शन. നമുക്ക് കൊയ്താൽ മതി. हमें सिर्फ कटनी करनी ഈ काफी है. ഡൽഹി പട്ടണത്തിൽ അനേക വിത്ത് വിതച്ചതാണ്. इस दिल्ली शहर में आने को लोगों ने जो है बोया हुआ है. ഈ തലമുറയിൽ നമ്മൾ കൊയ്യാൻ എഴുന്നേറ്റാൽ अब बस മതി. यहाँ पर हमें कटनी के लिए खड़े होना काफी है. കൊയ്ത്ത് താമസിച്ചാൽ നെൽമണികൾ നഷ്ടപ്പെടും. अगर कटनी देर हो जाए तो फिर इसके बीज जो है नीचे गिर जाएंगे. അപ്പോൾ നമ്മൾ കാരണം ഒരാത്മാവും കൈവിടപ്പെട്ടു പോകരുത്. हमारी वजह से एक भी आत्मा जो है नष्ट नहीं होना चाहिए. ഇതാണ് കൊയ്യാൻ പറ്റിയ സമയമെന്ന് നമ്മൾ മനസ്സിലാക്കുക. यही जो है कटनी का अच्छा अवसर है करके हमें समझना होगा. ഇനി എന്തുകൊണ്ട് നമ്മൾ സുവിശേഷം പറയണം? छठी बात हमें क्यों सुसमाचार कहना है. കർത്താവിന്റെ വരവിന്റെ ആസന്നത. परमेश्वर के आगमन का समय बहुत റോമാലേഖനം निकट है. 13-ാം അധ്യായം. റോമാലേഖനം 13-ാം അധ്യായം रोमियो के अध्याय 13वां अध्याय 11-12 വാക്യങ്ങൾ. 11-12 वाक्य. യോഹന്നാൻ റോമാലേഖനം 13. रोमियो का जो है 13 का 11-12 वाक्य. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നുണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. ഇതാണ് കർത്താവിന്റെ വരവിന്റെ ആസന്നത. समय की पहचान कर ऐसा ही करो, इसलिए कि अब तुम्हारे लिए नींद से जाग उठने की घड़ी आ पहुंची है, क्योंकि जिस समय हमने विश्वास किया था उस समय के विचार से अब हमारा उद्धार निकट है. रात बहुत बीत गई और दिन निकलने पर है, इसलिए हम अंधकार के कामों को त्याग कर ज्योति के हथियार को बांध ले. ये परमेश्वर के आगमन के बारे में बताया गया है. കാല സംഭവങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത് കർത്താവിന്റെ വരവ് വളരെ അടുത്തു. संसार में होने वाली घटनाएं सारे जो है मसीह के आने का प्रमाण दे रही है. ഇപ്പോൾ ഇസ്രായേലിൽ യുദ്ധം നടക്കുകയാണ്. अब इसराइल में जो युद्ध हो रहा है ഇത് യാദൃച്ഛിക സംഭവമല്ല. ये यूं ही नहीं हो रहा है. ഒരു 3-ാം ലോകമഹായുദ്ധം നടക്കണമെന്ന് യഹസ്കേൽ പ്രവചനത്തിലുണ്ട്. यहेजकेल की भविष्यवाणी के अंदर लिखा हुआ है कि तीसरा महायुद्ध होना है. ആ യുദ്ധം നടക്കേണ്ട സ്ഥലം ഇസ്രായേലിലാണ്. वो युद्ध होने की जगह जो है इसराइल में है. ഒരു ഭാഗത്ത് റഷ്യയും ഇറാനും അണിനിരക്കും. एक भाग में जो है रशिया और ईरान जो है इकट्ठे होंगे. അവരാണ് ഇസ്രായേലിനോട് യുദ്ധത്തിന് वो വരുന്നത്. लोग जो है इजराइल के लिए जो है इजराइल के विरुद्ध में युद्ध करने के लिए आएंगे. ഇസ്രായേലിനെ സഹായിപ്പാൻ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ എഴുന്നേൽക്കും. मतलब इजराइल की सहायता के लिए अमेरिका, ब्रिटेन और फ्रांस जो है देश जो खड़े हो जाएंगे. ആ യുദ്ധത്തിന്റെ കാര്യം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. वो युद्ध के बारे में जो है मैं आपको जो है बताता हूं. मैं യഹസ്കേൽ പ്രവചനം, यहेजकेल की किताब അതിന്റെ യഹസ്കേൽ പ്രവചനം 38-ാം അധ്യായം. उसका 38वां जो है अध्याय. ഈ 38-39 അധ്യായങ്ങളിൽ ഒരു യുദ്ധം നമ്മൾ കാണുന്നു. मतलब 38 और 39 जो अध्याय है यहाँ पर युद्ध के बारे में हम देखते हैं. അത് 3-ാം ലോകമഹായുദ്ധമാണ്. वो तीसरे विश्व युद्ध के बारे में है. ഈ യുദ്ധം ഇതുവരെ നടന്നിട്ടില്ല. ये युद्ध अभी तक नहीं हुआ है. ഈ 1-ാം വാക്യം ഞാൻ വായിക്കുന്നു. യഹസ്കേൽ പ്രവചനം 38-1
38 का पहला वचन पढ़ रहे हैं हम यहाँ पे। യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര, റോഷ് എന്നുള്ളത് റഷ്യയാണ്, മേശക് മോസ്കോയാണ്, തൂബൽ സൈബീരിയാണ്. അതാ ഈ മലയാളത്തിലെ ഇംഗ്ലീഷിലെ 3 വാക്കുകൾ. इसमें लिखा हुआ है, फिर यहोवा का यह वचन मेरे पास पहुंचा, हे मनुष्य की संतान, अपना मुंह मगोग देश के गोग की ओर करके, जो रोश रशिया है, मेशक मॉस्को है और तुबुल साइबीरिया का प्रधान है. അപ്പൊ ഇവര് യുദ്ധത്തിന് വരികയാണ്. ये लोग जो है युद्ध के लिए आ रहे हैं. ഇവരോടൊപ്പം യുദ്ധത്തിന് വേറെ കുറച്ച് രാജ്യങ്ങളും എഴുന്നേറ്റു. इनके साथ जो कुछ और राज्य भी वहां पर खड़े हुए. 5-6 വാക്യങ്ങൾ. 5 और 6 वाक्य. അവരോടുകൂടെ, അതായത് നേരത്തെ കണ്ട റോഷ് മേശക് തൂബൽ, അവരോടുകൂടെ जो पहले देखे रोश मेशक तूबल के साथ ഒട്ടൊഴിയാതെ പരിചയും തലക്കോരികയും ധരിച്ച പാഴ്സികൾ, मतलब उनके साथ जो है ढाल और टोप लगाए हुए फारसी लोग. പാഴ്സികൾ എന്ന് പറയുന്നത് പേർഷ്യ ഇറാന്റെ കാര്യമാണ്. फारसी में जो है पेर्शिया ईरान के बारे में कहा गया है. കൂശ്യർ അത് എത്യോപ്യയാണ്. कूश जो है इथोपिया, അതായത് ആഫ്രിക്കൻ രാജ്യങ്ങൾ. ये अफ्रीकन राज्य के बारे में बताया गया है. പൂത്തിയർ അത് ലിബിയയാണ്. पूत जो है वो ലിബിയ के बारे में बताया അതും गया है. ആഫ്രിക്കൻ രാജ്യമാണ്. वो भी अफ्रीकन राज्य है. ഗോമർ അത് ടർക്കിയാണ്. गोमत जो है वहां पर टर्की है. അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തെ തോഗർമ ഗ്രഹമെന്ന് പറയുന്നത് അർമീനിയയാണ്. उसके सारे दलों और उत्तर दिशा की और दूर दूर देशों में तोगर्म जो कहा गया है वो अर्मीनिया के बारे में कहा गया है. ഇത് ഹിന്ദിയിലൊക്കെ അങ്ങനെ കിട്ടുന്നുണ്ട്. അത് ചില ഇംഗ്ലീഷ് രാജ്യം ഉണ്ട്, അർമീനിയ എന്നുണ്ട് കേട്ടോ. ഈ മലയാളത്തിൽ ഇങ്ങനെയൊക്കെ തോഗർമ എന്താന്നൊക്കെ തോന്നും. ഇത് അർമീനിയ എന്നങ്ങ് എഴുതിയാൽ പോതായിരുന്നു. അപ്പം ഇംഗ്ലീഷിൽ ഇങ്ങനെയൊക്കെയാ ഞാൻ കണ്ടുപിടിച്ച് പറഞ്ഞതൊന്നുമല്ല. ഇംഗ്ലീഷ് ബൈബിള് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഈ രാജ്യങ്ങളും കൂടെ ചേർന്നാണ് യുദ്ധത്തിന് വരുന്നത്. ये सारे राज्य इकट्ठे होकर युद्ध के लिए आएंगे. ആരുമായിട്ടാണ് യുദ്ധത്തിന് വരുന്നത്? किसके साथ युद्ध करने के लिए आएंगे? 8-ാം വാക്യം. उसका 8वां वाक्य. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും, വാളിന് ഒഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. बहुत दिनों के बीतने पर तेरी सुधि ली जाएगी और अंत के वर्षों में तू उस देश में आएगा जो तलवार के वर्ष से छुटा हुआ होगा और जिसके निवासी बहुत सी जातियों में से इकट्ठे होंगे, अर्थात तू इजराइल के पहाड़ों पर आएगा और निरंतर उजाड़ रहे. കണ്ടോ? അപ്പൊ ഇസ്രായേലിലേക്കാണ് യുദ്ധത്തിന് വരുന്നത്. क्योंकि वहां पर इजराइल के बारे में बताया गया, इजराइल के लिए युद्ध करने के लिए आएंगे. അപ്പൊ ഇങ്ങനെ യുദ്ധത്തിന് വരുമ്പോൾ ഇസ്രായേലിനെ സഹായിപ്പാൻ ചില രാജ്യങ്ങൾ എഴുന്നേൽക്കും. जब इजराइल के विरुद्ध में ये लोग जब युद्ध करने के लिए आएंगे तो इजराइल की सहायता के लिए कुछ देश खड़े होंगे. അതാരൊക്കെയാണ്? 13-ാം വാക്യം. वो 13वें वाक्य में वो कौन कौन से देश उसमें लिखा हुआ है? ശെബയും ദദാനും തശീശ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനാണോ വന്നത്? കവച്ച ചെയ്യാനും വെള്ളിയും പൊന്നുമൻ എടുത്തു കൊണ്ടുപോകുവാനും അതിനു വേണ്ടിയാണോ നീ വന്നത്? शबा और ददान के लोग और तर्शीश के व्यापारी अपने देश के सब जवान सिंहों समेत तुझसे कहेंगे, क्या तू लूटने को आता है? क्या तूने धन छीनने, सोना चांदी उठाने, पशु और अन्य संपत्ति ले जाने और बड़ी लूट अपना लेने को अपनी भीड़ इकट्ठी की है? അവിടെ ശബ, ദദാൻ, തശീശ് എന്ന് പറയുന്നത് ഫ്രാൻസ്, ബ്രിട്ടൻ, ഓസ്ട്രേലിയ രാജ്യങ്ങൾ. शबा, ददान और तर्शीश जो कहा गया है वो फ्रांस, ब्रिटेन और ऑस्ट्रेलिया के बारे में बोला गया है. അതിലെ ബാലസിംഹങ്ങൾ അത് അമേരിക്ക, കാനഡ തുടങ്ങിയ രാജ്യങ്ങളാണ്. वहां के जो है जवान सिंह, वहां पे अमेरिका, कनाडा के बारे में बताया गया है. ഇങ്ങനെയാണ് 2 ചേരി തിരിയുന്നത്. और इस तरीके से 2 अलग अलग भाग है. ഒരു ചേരിയിൽ റഷ്യ, ഇറാൻ, അവന്റെ കൂടെയുള്ള സൈന്യങ്ങൾ, രാജ്യങ്ങൾ. एक भाग में जो है रशिया और ईरान, उसके साथ के भाग के लोग. ഏത് ഭാഗത്ത് ബ്രിട്ടൻ, അമേരിക്ക, ഫ്രാൻസ് തുടങ്ങിയ പാശ്ചാത്യ और രാജ്യങ്ങൾ. दूसरे भाग में जो है ब्रिटेन, अमेरिका, फ्रांस से जुड़े जो लोग होंगे. യുദ്ധം നടക്കുന്നത് ഇസ്രായേലിലാണ്. युद्ध जो होगा वो इजराइल में होगा. ആ യുദ്ധത്തിൽ ഇസ്രായേൽ രാജ്യം തകരപ്പെടും. और उस युद्ध में जो है इस्राएल राज्य जो है, इस्राएल देश जो है तबाह हो जाएगा, മുഴുവൻ നശിക്കപ്പെടും. पूरा तबाह हो जाएगा. അനേക ശവങ്ങൾ ആ ഇസ്രായേലിൽ വീഴും. अनेकों शव जो है इजराइल में गिरेंगे. ആ ദേശം ശുദ്ധീകരിക്കാൻ, ശവങ്ങൾ മാറ്റി ശുദ്ധീകരിക്കാൻ 7 മാസം എടുക്കും. उस वहां के शव को जो है हटाकर जो है शुद्ध करने के लिए तकरीबन 7 महीने लगेंगे. 39-ാം അധ്യായം 12-ാം വാക്യം.
39 का जो है 12वां वाक्य है। ഇസ്രായേൽ ഗ്രഹം അവരെ അടക്കം ചെയ്ത് തീർത്ത് ദേശത്തെ വെടിപ്പാക്കുവാൻ 7 മാസം വേണ്ടി വരും. इजराइल का घराना उनको 7 महीने तक मिट्टी देता रहेगा ताकि अपने देश को शुद्ध करे। ഇങ്ങനെ ഇസ്രായേൽ നശിക്കുമ്പോഴാണ് എതിർക്രിസ്തു എഴുന്നേറ്റ് വരുന്നത്. और इस तरीके से जो है जब इजराइल नष्ट होगा तब जो है एंटीक्राइस्ट जो है उठकर आएगा। 7 വർഷം കൊണ്ട് നിന്റെ രാജ്യത്തെ ഞാൻ പണിയാം. 7 वर्ष से जो है मैं तेरे राज्य को बना दूंगा, നിനക്ക് ആലയവും പണിത് തരാം. तेरे को जो है मंदिर में मैं बना के दूंगा। അപ്പോൾ ആലയം പണിയാം എന്ന് പറയുമ്പോൾ യഹൂദൻ തെറ്റിദ്ധരിച്ചു. जब मंदिर बनाने की बात जब किया तो फिर वहां पे याजक लोग जो है उन्होंने गलत धारणा ले ली ഇവനാണ് മിശിഹായ എന്ന് തെറ്റിദ്ധരിച്ചു. और वो लोग जो है इस तरीके से गलत हो जाते हैं कि ये मसीह है करके वो विचार करने लग जाते हैं। ഇസ്രായേൽ അവരുടെ മിശിഹ വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. इसराइल अभी भी जो है उनके मसीह के आने की जो है प्रतीक्षा में है। യഥാർത്ഥ മിശിഹായെ അവർ ക്രൂശിച്ചു കൊന്നു. यथार्थ जो मसीह था उन्होंने उसको क्रूस पर चढ़ा के मार डाला। പക്ഷേ ഇത് സംഭവിക്കുന്നതിന് മുമ്പ് സഭ ഇവിടെ നിന്ന് മാറ്റപ്പെടും. लेकिन ये घटना होने से पहले जो है सभा यहाँ से हटा लिया സഭ जाएगा। ഒരിക്കലും മഹോപദ്രവത്തിൽ കൂടെ കടന്നു പോകത്തില്ല. कलीसिया कभी भी जो है तकलीफ और परेशानी से गुजर कर नहीं जाएगी। അപ്പോൾ ഇന്ന് ഇസ്രായേലിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ കർത്താവിന്റെ വരവിന്റെ ആസന്നതയെ വെളിപ്പെടുത്തുക. अभी इसराइल में होने वाली घटना जो है मसीह के आगमन के बारे में सशक्त रूप से बता रही है। ദൈവസഭ ഇവിടെ നിന്ന് മാറ്റപ്പെടാൻ പോകുക. परमेश्वर की सभा को यहाँ से हटाया जाएगा। തുടർന്ന് 7 വർഷം എതിർക്രിസ്തുവിന്റെ ഭരണമാണ്. उसके बाद जो है 7 वर्ष तक जो है एंटीक्राइस्ट का जो है यहाँ पे जो है भरण होने वाला है। മഹാപീഡാകാലമാണ്. अनेकों प्रकार की तकलीफों से भरा हुआ समय शुरू होने वाला है। ലോകത്തിലുള്ള എല്ലാവർക്കും കഷ്ടതയാണ്. दुनिया के जितने भी लोग हैं सभी के लिए कष्ट की बात है। അതിൽ ഏറ്റവും വലിയ കഷ്ടത യഹൂദ ജാതിക്കാണ്. और सबसे बड़ी कष्टता जो है वो यहूदी राजाओं के लिए, यहूदी व्यक्तियों के लिए है। ആ കഷ്ടം സഹിച്ച് മടുക്കുമ്പോൾ जब वो यहूदी लोग जब कष्ट सह के जब थक जाएंगे, യഹൂദന് മനസ്സിലായി यहूदी को समझ में आ गया തങ്ങൾ ചതിക്കപ്പെട്ടു പോയി. हमको जो है धोखा हुआ है। ഇവൻ യഥാർത്ഥ മിശിഹായല്ല. ये यथार्थ जो मसीह नहीं है, കാരണം അവൻ പണിത ദേവാലയത്തിൽ അവന്റെ പ്രതിമ കൊണ്ടുവയ്ക്കും. क्योंकि उससे वो जो मंदिर बनाएगा उसके अंदर वो अपनी मूर्ति को लाकर रखेगा। യഹൂദന് പ്രമാണമുണ്ട് ഒന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത്. यहूदियों को जो है व्यवस्था है कि किसी भी चीज का मूर्ति नहीं बनाना है। പ്രതിമ വച്ചേച്ച് അതിനെ നമസ്കരിക്കാൻ പറയും. और मूर्ति रखे उसको जो है नमस्कार करने के लिए करेंगे। യഹൂദൻ ചെയ്യാതെ വരുമ്പോൾ യഹൂദനെ കൊല്ലാൻ और തുടങ്ങും. यहूदी लोग जब नहीं करेंगे ऐसा तब उसको मारना शुरू कर देंगे वो। അന്നേരം മുഴുവൻ യഹൂദ ജാതിയും तब जो है संपूर्ण जो है यहूदी जाति ഒലിവുമലയുടെ ചൂട്ടിൽ ചെന്ന് കുത്തിയവങ്കിലേക്ക് നോക്കി നിലവിളിക്കും. वो जो है जैतून के जो है पेड़ के नीचे जाकर जो है जिनको क्रूस पर चढ़ाता है उसकी तरफ पुकारना शुरू कर देंगे। മിശിഹായേ മടങ്ങി വരേണം, ഞങ്ങൾ തെറ്റിപ്പോയി. तब वो पुकार कर कहेंगे कि मसीह तो जल्दी है, हमसे गलती हो गई, ഞങ്ങൾ നിന്നെ ക്രൂശിച്ചു കൊന്നുപോയി. हमने तुम्हें क्रूस पर चढ़ा के मार डाला। അങ്ങനെ നിലവിളിക്കുമ്പോൾ जब इस तरीके से पुकारेंगे तब 7 വർഷത്തിന്റെ സമാപന ദിവസമാകുമ്പോൾ 7वें वर्ष के जो है समापन दिन के अंदर കർത്താവ് തന്റെ സഭയും, परमेश्वर अपनी सभा, നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു, अब हम लोग यहाँ से जा चुके हैं, കർത്താവ് തന്റെ സഭയും परमेश्वर अपनी सभा വിശുദ്ധ ദൂതന്മാരും पवित्र दूतगण के साथ ആകാശമേഘങ്ങളെ വാഹനമാക്കി आकाश मेघों को अपना वाहन बनाकर ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും ആ കാഴ്ച കാണുമാതെ जिसने भी उसे भेदा था वो अपनी आंखों से देख सके उसके समान കർത്താവ് പരസ്യമായിട്ട് ഇറങ്ങി വരും. परमेश्वर जो है प्रकट रूप से उतर कर आएगा। കർത്താവിന്റെ കാല ഒലിവുമലയിൽ ചവിട്ടും. अभी परमेश्वर जो है अपना पैर जो है जैतून के पहाड़ के ऊपर रखेगा। അപ്പോൾ എതിർക്രിസ്തു സൈന്യവും കർത്താവുമായി യുദ്ധത്തിന് तब വരും. वहां पे एंटीक्राइस्ट और उसके जो सैनिक जो होंगे युद्ध करने के लिए मसीह के पास आएंगे। എതിർക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ച് ജീവനോടെ പിടിച്ചു കെട്ടി തീപ്പൊയ്യിൽ തള്ളി. वहां पे जो है एंटीक्राइस्ट और जितने भी वहां पे झूठे भविष्यवक्ता उनको बांध कर जो है उनको अग्नि के कुंड में डाला जाएगा। അവനോടുകൂടിയുള്ള മുഴുവൻ സൈന്യത്തെയും उसके നശിപ്പിക്കും. साथ जितने भी सैनिक है उन सबको नष्ट किया जाएगा। സാത്താനെ ആയുധമാണ്ട് ബന്ധിക്കും. शैतान को उसके हथियारों के साथ बांध दिया जाएगा। എന്നിട്ട് കർത്താവിന്റെ സഭയും ആ ഒലിവുമലയിൽ നിന്ന് ഇറങ്ങും. और उस समय जो है परमेश्वर उसकी सभा जो है उस जैतून के पहाड़ से उतरेगी കിദ്രോൻ തോട് കടന്ന് और कितनों तक जो है वहां पे पहुंचकर യെരൂശലേമിന്റെ കയറ്റം കയറി यरूशलेम में प्रवेश करके കിഴക്കേ വാതിലിലൂടെ യെരൂശലേമിൽ പ്രവേശിക്കും. ഈസ്റ്റ് ഗേറ്റ്. ईस्ट गेट से जो है उसमें प्रवेश करेंगे। ഈ पूर्वी- ഇസ്രായേലിന്റെ
പടമൊക്കെ കാണുന്നിടത്ത് ആ കിഴക്കേ വാതിൽ അടച്ചിട്ടിരിക്കുന്ന കാഴ്ച കാണാം. इस्राएल का चित्र जब हम देखते हैं तो वहां पर जो है पूर्वी भाग जो दरवाजा है उसको बंद करके दिखाया गया है. കല്ലുകൊണ്ട് കെട്ടിയേക്കുക. वहां पे जो पत्थर से बांध के बंद ആ करके रखा हुआ है വാതിലിൽ കൂടിയാണ് യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നത്. और उसी दरवाजे से जो है मसीह को जो है क्रूस पे चढ़ाने के लिए लेकर गए थे. യേശു കഴുതപ്പുറത്ത് യെരുശലേമിൽ പ്രവേശിച്ചത് ഈ ഈസ്റ്റ് ഗേറ്റ് കിഴക്കേ വാതിലൂടെയാണ്. यीशु मसीह जो है गधी के बच्चे के ऊपर बैठकर जो है इसी दरवाजे के द्वारा जो है अंदर प्रवेश किया ആ था. വാതിലൂടെ കർത്താവ് യെരുശലേമിൽ और പ്രവേശിച്ചു. इसी दरवाजे के द्वारा मसीह जो है इसके अंदर प्रवेश किए थे. കർത്താവ് തന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. मसीह जो है अपने पिता दाऊद के सिंहासन के ऊपर जाके बैठेंगे. 1000 വർഷം കർത്താവ് ഭൂമിയെ ഭരിക്കും. 1000 साल तक जो है परमेश्वर जो है इस संसार को जो है राज्य करेंगे. നമ്മളും കർത്താവിനോടൊപ്പം ചേർന്ന് ഭൂമിയെ हम भी വാഴും. जो है मसीह के साथ मिलकर जो है यहाँ पर रहेंगे. ഇന്ന് ദൈവദാസന്മാർ ദൈവമക്കൾ എവിടെല്ലാം കഷ്ടം സഹിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്നുവോ आज जो परमेश्वर के दास परमेश्वर के जन जहां पर भी कष्ट उठाकर जो है परमेश्वर की सेवकाई कर रहे हैं അവിടെ നിങ്ങളെ ഭരണകർത്താക്കളാക്കി എന്ന് वहां सब जगह परमेश्वर तुमको परमेश्वर अधिकारी बना के खड़ा करेगा. 1000 വർഷം നീതിയോടെ ഒരു ഭരണം ഭൂമിയിൽ നടക്കും. 1000 वर्ष तक जो है नीति के साथ जो है इस संसार के अंदर जो परमेश्वर का राज्य चलेगा. ആ സമയത്താണ് ശിശു അണലിയുടെ പോതിൽ കൈയിടുന്നത്. और उसी समय जो है जो बच्चा जो होगा वो जो है सांप के जो है गड्ढे के अंदर बिल के अंदर हाथ डालेगा. അണലി കടിക്കത്തില്ല. सांप नहीं डसेगा उसको. ചെന്നായും കുഞ്ഞാടും ഒന്നിച്ചു മേയും. वहां पे जो है भेड़े और जो जंगली कुत्ते हैं वो साथ में रहेंगे. സിംഹവും എല്ലാം കാളയെ പോലെ പുല്ല് തിന്നും. सिंह और जो जानवर जो होंगे जो घास खाने वाले वो सब साथ में घास खाएंगे. പാപം പ്രവേശിക്കുന്നതിന് മുമ്പ് ഏദൻ തോട്ടം എങ്ങനെയായിരുന്നോ അതുപോലെയായിരിക്കും ഭൂമി. जिस तरीके से पाप प्रवेश होने से पहले अदन की वाटिका थी वैसी अवस्था वहां पर होगी. നമുക്ക് തേജസ്സുള്ള ശരീരമാണ്. हमको जो है तेजस से भरा हुआ शरीर मिला हुआ होगा. മറ്റു മനുഷ്യരെ ജോലി ചെയ്യുന്നു, കല്യാണം കഴിക്കുന്നു, മക്കളുണ്ടാകുന്നു. बाकी जो जन है वो जो है शादी कर रहे हैं, बच्चे हो रहे हैं और उस तरह के जीवन जी रहे हैं अपना. പക്ഷെ നമുക്ക് തേജസ്സുള്ള ശരീരമാണ്. लेकिन हम लोग को जो है तेजस से भरा हुआ शरीर मिला हुआ है. 1000 വർഷം കഴിയുമ്പോൾ സാത്താനെ അഴിച്ചുവിടും. 1000 वर्ष बीतने के बाद शैतान को खुला छोड़ दिया जाएगा. സാത്താൻ വന്ന് ജനത്തിൽ ചിലരെ വശീകരിക്കും. और शैतान आके जनों में से कुछ लोग को जो है वहां पे भ्रमित करेगा. അവര് യെരുശലേമിൽ യേശുവിനെതിരെ യുദ്ധത്തിനായിട്ട് വരും. और वो लोग जो है यरूशलेम और यीशु के विरुद्ध में युद्ध करने के लिए आएंगे. അതാണ് ഒടുവിലത്തെ യുദ്ധം. और वही है आखिरी युद्ध. ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറയും. गोग मागोग के युद्ध के बारे में आपने सुना होगा. ആ സമയത്താണ് സാത്താനെ ന്യായം വിധിച്ച് തീപ്പൊയ്യിൽ और തള്ളിയിടുന്നത്. उस समय शैतान का न्याय करके जो है अग्नि के कुंड में फेंका जाएगा. പഴയ ആകാശവും പഴയ ഭൂമിയും നശിക്കും. पुराना आकाश और पुरानी भूमि जो है वहां पे नष्ट हो जाएगी. പുതുവാന ഭൂമി സൃഷ്ടിക്കപ്പെടുന്നതിന് नई മുമ്പ് भूमि सृष्टि होने से पहले വെള്ള സിംഹാസന ന്യായവിധി നടക്കും. हमें श्वेत सिंहासन न्याय होगा वहां पर. ആദാം മുതൽ ഉള്ള കാലത്ത് പാപം ചെയ്ത പാപികൾ മുഴുവൻ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ വരും. आदम के समय से लेके जितने भी व्यक्ति होंगे वो सब के सब जिन्होंने पाप किया होगा वो सिंहासन के सामने आएंगे. അവരെ ന്യായം വിധിച്ച് തീപ്പൊയ്യിൽ തള്ളിയിടും. उनका न्याय करके जो है अग्निकुंड में फेंका जाएगा. പുതുവാന ഭൂമി സൃഷ്ടിക്കപ്പെടും. और नए तरीके से जो है भूमि का सृष्टि होगा. ആ പുതുവാന ഭൂമിയിലാണ് നമ്മൾ കർത്താവിനോടൊപ്പം നിത്യകാലം और വാഴാൻ उस പോകുന്നത്. नई भूमि पर जो है हम मसीह के साथ जो है आगे की जीवन बिताएंगे. നമ്മുടെ ഭാവികാല പ്രത്യാശ അതാണ്. हमारी भावी का जो है प्रत्याशा आशा यही है. കർത്താവ് വരും, നമ്മളെ ചേർക്കും. आमीन. मसीह आएगा और हमें जोड़ेगा. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കും. हमारी आंखों से वो आंसू पहुंचेगा. നമ്മുടെ നിന്ദാകാലം തീരും. हमारी निंदा के समय समाप्त होगा. കർത്താവിന് വേണ്ടി സഹിച്ചതിന് ഒത്തവണ്ണം പ്രതിഫലം നമുക്ക് मसीह के ലഭിക്കും. लिए जो हमने तकलीफ सहा है उसका प्रतिफल मिलने का समय होगा. वो എന്തുകൊണ്ട് സുവിശേഷം പറയണം? क्यों हमें सुसमाचार सुनाना है? കർത്താവിന്റെ വരവിന്റെ ആസന്നത. परमेश्वर का आना निकट हो गया है. इसलिए എന്തുകൊണ്ട് നമ്മൾ സുവിശേഷം പറയണം? हमें सुसमाचार सुनाना है. ഒടുവിൽ ഒരു കാരണം കൂടെ. आखिर एक और बात, ആത്മാക്കളെ നേടുന്നതിന് പ്രതിഫലമുണ്ട്. आत्मा को जब हम प्राप्त करते हैं, आत्मा को हम बचाते तो उसका प्रतिफल है. പ്രശംസാ കിരീടം वहां पे जो है प्रशंसा का मुकुट, കിട്ടുന്നത് ആത്മാക്കളെ നേടുന്നവർക്ക്. प्रशंसा का मुकुट जो है उनको मिलता है जो आत्माओं को बचाते हैं. 2 വാക്യങ്ങൾ വായിക്കുക. 2 वाक्य पढ़ते हैं. 1 തെസ്സലോനിക്കർ 1 തെസ്സലോനിക്കി 2-ാം അധ്യായം 2 अध्याय 19-ാം വാക്യം. 1 തെസ്സലോനി 2-ാം അധ്യായം 19-ാം വാക്യം. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ ആ അവന്റെ പ്രത്യക്ഷതയിൽ ആ. ഞങ്ങളുടെ ആശയോ സന്തോഷമോ ആ. പ്രശംസാ കിരീടമോ ആരാകുന്നു? ആ നിങ്ങളുമല്ലയോ? അത് മതി. പ്രശംസാ കിരീടം എന്ന മലയാളത്തിൽ ഇംഗ്ലീഷിൽ ക്രൗൺ ഓഫ് റിജോയിസിംഗ്, സന്തോഷ കിരീടം वहां पे എന്നാണ്. जो है आनंद का जो है मुकुट के बारे में कहा गया है. സന്തോഷ കിരീടം എന്നാണോ? 2-19
1 തെസ്സലോനി 2:19. भला हमारी आशा या आनंद या बड़ा आनंद है, ആനന്ദ കിരീടം. बड़ाई का मुकुट, ആ बड़ाई का मुकुट क्या है? क्या അപ്പോൾ ഈ പൗലോസ് പറയുകയാണ്, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ നിമിത്തം എനിക്ക് ആനന്ദ കിരീടം കിട്ടും. पौलुस वहां पे कहता है कि स्वर्ग में जब मैं प्रवेश करूंगा कि आप लोगों की वजह से मुझे जो है वहां पे बड़ाई या आनंद का मुकुट मिलेगा. അങ്ങനെ പറയാൻ കാരണം തെസ്സലോനിക്ക സഭ ഉടലെടുക്കുന്നത് പൗലോസിന്റെ ശുശ്രൂഷയാലാണ്. मतलब पौलुस की सेवकाई में जो है तेस्सलोनिकी सभा जो है तैयार होता है या बनता है, इसलिए उसने उससे कहा. അവിടുത്തെ വിശ്വാസികളെല്ലാം പൗലോസ് സുവിശേഷം പറഞ്ഞ് സഭയിൽ വന്നവർ. और वहां के जितने भी विश्वासी है पौलुस के द्वारा सुसमाचार सुनाने से जो है वो आए हुए विश्वास में. അപ്പോൾ പൗലോസ് പറയുന്നു, നിങ്ങളോട് സുവിശേഷം പറഞ്ഞ് നിങ്ങളെ നേടിയത് കൊണ്ട് എനിക്ക് പ്രശംസാ इसलिए കിരീടം. पौलुस कहता है कि आप लोगों को सुसमाचार सुनाया और आप लोगों ने जो उसको स्वीकार किया, इस कारण से मुझे ये मुकुट मिलेगा. ഇതേ കാര്യം ഫിലിപ്പിയ ലേഖനത്തിലുണ്ട്. यही बातें जो है फिलिपियो लेखन में भी है. ഫിലിപ്പിയ ലേഖനം 4:1. फिलिपियो का जो है 4 अध्याय का जो है पहला वाक्य, ഫിലിപ്പിയ ലേഖനം 4:1. 4 का 1. അതുകൊണ്ട് എന്റെ പ്രിയരും ആ വാഞ്ചിതരുമായ സഹോദരന്മാരെ, ആ. എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, കണ്ടോ, സന്തോഷ കിരീടം നിങ്ങളാണ്. ഫിലിപ്പിയ സഭയോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ സന്തോഷ കിരീടമാണ്. फिर फिलिपिया सभा में कहा गया है कि तुम लोग जो है मेरी बड़ाई का मुकुट हो. ഈ ഫിലിപ്പിയ സഭയും പൗലോസിന്റെ ശുശ്രൂഷയാൽ ഉടലെടുത്തതാണ്. ये पिलोस जो पौलुस के जो है सुसमाचार में जो है फिलिपिया सभा भी जो है आया है. അപ്പോൾ ആത്മാക്കളെ നേടുന്നവർക്ക് കിട്ടുന്ന കിരീടമാണ് പ്രശംസാ കിരീടം. मतलब आत्मा जो प्राप्त करते हैं उनको मिलने वाला जो है वो है जो बड़ाई का मुकुट जो मिलता है, आनंद का मुकुट मिलता ഈ है. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവ് തരുന്ന 6 കിരീടങ്ങളുണ്ട്. स्वर्ग में जब पहुंचते तो मसीह के द्वारा 6 मुकुट दिया जाएगा. അതും കൂടെ പറഞ്ഞതിന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. उसको ही बोल के जो बातें समाप्त करता हूं അപ്പോൾ मैं. കിരീടങ്ങൾ, ക്രൗൺസ് എന്നൊരു തലക്കെട്ട് കൊടുക്കണം. मतलब एक शीर्षक देना है मुकुट. അപ്പോൾ ഒന്നാമത്തെ ക്രൗൺ നമ്മൾ കണ്ടു, മലയാളത്തിൽ പ്രശംസാ കിരീടം, ഇംഗ്ലീഷിൽ ക്രൗൺ ഓഫ് റിജോയ്സിങ്, मतलब इंग्लिश ഹിന്ദിയിൽ ആനന്ദ കിരീടം അല്ലേ. मतलब क्राउन ऑफ रिजॉइस जो है इंग्लिश में, आनंद का मुकुट जो है हिंदी में है. ആ അപ്പം ആനന്ദ കിരീടം, പ്രശംസാ കിരീടം, ക്രൗൺ ഓഫ് റിജോയ്സിങ് കിട്ടുന്നത് ആത്മാക്കളെ നേടുന്നവർക്ക് കിട്ടുന്ന കിരീടം. आनंद का मुकुट जो है आत्माओं को प्राप्त करने पे मिलता है. അപ്പം അങ്ങനെ വേണം എഴുതാൻ. ആത്മാക്കളെ നേടുന്നവർക്ക് പ്രശംസാ കിരീടം കിട്ടും. जो आत्माओं को प्राप्त, आत्मा को बचाते हैं उनको जो है आनंद का मुकुट मिलता है. അതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം മക്കളെ, പിള്ളേരെ. ഞാൻ ചോദ്യം ചോദിക്കാം. ये सब जो है ध्यान से सुना बच्चों, सबसे मैं ये सवाल पूछूंगा. പ്രശംസാ കിരീടം കിട്ടുന്നത് ആത്മാക്കളെ നേടുന്നവർ. आनंद का मुकुट जो प्राप्त करेंगे कहाँ से करेंगे, कब करेंगे? जब हम जो है आत्माओं को बचाएंगे. ഇനി രണ്ടാമത്തെ കിരീടം ജീവകിരീടം. दूसरा जो मुकुट है वो जीवन का मुकुट. അത് ആർക്കാ കിട്ടും നോക്കാം. जीवन का मुकुट किसको मिलेगा? യാക്കോബിന്റെ ലേഖനം याकूब की पत्री 1-ാം അധ്യായം पहला अध्याय 12-ാം വാക്യം. उसका 12वां वाक्य. യാക്കോബ് 1:12. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, ആ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം ആ. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. എന്ത് ചെയ്യും? धन्य है वह मनुष्य जो परीक्षा में स्थिर रहता है, क्योंकि वह खरा निकलकर जीवन का मुकुट पाएगा. അപ്പം ജീവകിരീടം ആർക്ക് കിട്ടും? പരീക്ഷ സഹിച്ച് ജയിക്കുന്നവർക്ക് കിട്ടുന്നത് ജീവകിരീടം. परीक्षा को जो है सहन करके जो है खरा निकलने वाले व्यक्ति को जो है जीवन का मुकुट मिलता है. ഈ കിരീടത്തിന്റെ കാര്യം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിലുണ്ട്. प्रकाशित वाक्य 2 अध्याय के 10वें वाक्य में है. വെളിപ്പാട് 2:10 ഈ ജീവകിരീടത്തിന്റെ കാര്യം പറയുന്നുണ്ട്. പേടിക്കേണ്ട, പേടിക്കണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് ആ. പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. ആ. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. ആ. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. ആ. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. जो दुख तुझको झेलने होंगे उनसे मत डर, क्योंकि देखो शैतान तुम में से कुछ को जेल खाने में डालने पर है, ताकि तुम परखे जाओ, और तुम्हें 10 दिन तक कलेश उठाना होगा. प्राण देने तक विश्वासी रहे तो मैं तुझे जीवन का मुकुट दूंगा. അപ്പൊ ജീവപര്യന്തം വിശ്വസ്തരായവർക്ക് കിട്ടുന്നതും കൂടിയാണ് ജീവകിരീടം. मतलब जो परीक्षा जो जीतते हैं उनको मिलने वाला है जीवन का मुकुट. ഇത് നമ്മൾ കേട്ട ഒരു സമയമുണ്ട്. എപ്പോഴാണെന്നറിയാം ജീവകിരീടം കിട്ടുമെന്ന്? ये सुनने वाला समय आपने देखा होगा, जिस समय आप बपतिस्मा ले रहे होते हैं उस समय आपसे बोला जाता है. സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമ്മളൊക്കെ പലരെയും സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. ചില മൂക്കിലും വായിലും ചെവിയിലും ഒക്കെ വെള്ളം കയറ്റി ഉപദേശി വിടോ എന്നുള്ള പദവേശത്തിലേ പൊങ്ങി വരുന്നത്. मतलब जो नाक कान के अंदर जो है पानी घुस गया और वहां पे जो परमेश्वर का दास जो फटाफट निकाले करके सोच के निकल के जब आते तब. അപ്പോൾ ഈ ഉപദേശി ഒരു പിടുത്തം കൂടെ പിടിച്ചേച്ച് പറയും, മുങ്ങിയതൊക്കെ ശരിയാ, ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ
ജീവകിരീടം കിട്ടും. तब जो है ये परमेश्वर का दास जो है उसको पकड़ के एक बात और बोलते हैं कि जीवन भर तू विश्वास योग्य बन के रहे, तब तू जीवन का मुकुट मिलेगा. അപ്പോൾ ജീവകിരീടം ആർക്ക് കിട്ടും? जीवन का मुकुट किसको मिलेगा? മരണപര്യന്തം जीवन വിശ്വസ്തരായവർക്ക്, भर, പരീക്ഷ സഹിച്ച് ജയിക്കുന്നവർക്ക്. जीवन भर जो विश्वास योग्य बन के रहता है, जो परीक्षा में जो है खरा निकल कर आता है, उनको जो है जीवन का मुकुट ഇനി मिलेगा. മൂന്നാമത്തെ കിരീടം വാടാത്ത കിരീടം. तीसरा जो मुकुट है वो ना मुरझाने वाला मुकुट, അത് ആർക്ക് കിട്ടും? वो किसको मिलेगा? 1 കൊരിന്ത്യർ 9 അധ്യായം 1 कुरिन्ती उसका അതിൻ്റെ 25 വാക്യം. 24 തൊട്ടേ അങ്ങ് വായിച്ചോ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ 24-25. 1 കൊരിന്ത്യർ 9 അധ്യായം 24-25. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പൊ വാടാത്ത കിരീടം, ना मुरझाने वाला जो है मुकुट, ഈ വചനമെന്ന് പറയുന്നത് തീരുമാനമാണ്. ये वचन जो है एक निर्णय है. ഈ ഓട്ടക്കളത്തിൽ അനേകർ ഓടുന്നു. इस दौड़ में अनेकों लोग दौड़ रहे हैं, അവന് ചില ചിട്ടവട്ടങ്ങളുണ്ട്. उनको कुछ नियम कानून है. നമ്മളെ പോലെ വലിച്ചു വാരി കിട്ടുന്ന എല്ലാം കൂടെ നമ്മൾ അവൻ കഴിക്കത്തില്ല. हमें जो कुछ भी मिल जाए हम खा लेते, वैसे वो नहीं खाता. നമ്മൾ 8 മണിക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ അവന് വെളുപ്പിന് 4 മണി 5 മണിക്ക് സമയത്ത് എഴുന്നേറ്റ് ഇതിലേക്കൂടൊക്കെ ഓട്ടോ അവൻ. हम लोग जो 8-9 बजे तक जब सोते थे उस समय जो है वो सुबह के सुबह जो है भोर में निकल कर भागते दौड़ते हैं. അപ്പൊ ചിട്ടവട്ടം അവൻ പാലിച്ചാലേ ഓട്ടക്കളത്തിൽ ഓടി ജയിക്കത്തുള്ളൂ. अगर वो नियमों का पालन करेंगे तभी जो है वो उस दौड़ में जीत पाएगा. അപ്പോൾ വാടാത്ത കിരീടം കിട്ടുന്നത് ദൈവസന്നിധിയിൽ എടുത്ത പ്രതിഷ്ഠ സൂക്ഷിക്കുന്നവർക്ക് കിട്ടുന്നതാണ് വാടാത്ത കിരീടം. नहीं मुरझाने वाला मुकुट उन्हीं व्यक्तियों को मिलता है जो परमेश्वर के संग में जो है एक निर्णय लेते हैं, उनको जो है मिलता है वो. നമ്മൾ ചില ആത്മീയ ചൂടി ചില പ്രതിഷ്ഠകളൊക്കെ എടുക്കും. हम लोग जो है कई आत्मिक गर्माहट की वजह से जो है कुछ निर्णय ले लेते हैं. എല്ലാ ദിവസവും 2 മണിക്കൂർ പ്രാർത്ഥിക്കും. हम हर दिन जो है 2 घंटे प्रार्थना करेंगे. ആദ്യ ഒരു മാസമൊക്കെ അങ്ങനെ ആയിരിക്കും. पहले जो है 1-2 महीने ऐसे ही करेंगे. പിന്നെ അങ്ങനെ പ്രാർത്ഥിച്ചില്ലെന്ന് വെച്ചാൽ സ്വർഗത്തിൽ പോകാതിരിക്കത്തില്ല, സ്വർഗത്തിൽ പോകും. मतलब ऐसा अगर प्रार्थना नहीं करेंगे तो स्वर्ग में ऐसे जाएंगे नहीं, ऐसा नहीं है, स्वर्ग में जाएंगे. പക്ഷെ വാടാത്ത കിരീടം കിട്ടത്തില്ല. लेकिन नहीं मुरझाने वाला जो है मुकुट कभी नहीं मिल पाएगा. വാടാത്ത കിരീടം പ്രതിഷ്ഠ സൂക്ഷിക്കുന്നവർക്ക് കിട്ടും. उस व्यक्ति को मिलता है जो अपना निर्णय परमेश्वर के संग में ले लेता है, वैसे व्यक्ति को जो है परमेश्वर देता है. ഇനി 4ാമത്തെ കിരീടം നീതിയുടെ കിരീടം. और चौथा जो मुकुट जो है वो नीति धर्मी मुकुट, അതാർക്ക് കിട്ടും? वो किसको मिलेगा? 2 തിമോത്തിയോസ് 4 അധ്യായം 2 तीमुथियुस उसका 6, 7, 8 വാക്യങ്ങൾ. 6ാം വാക്യം തൊട്ട് വായിക്കണം. 4 അധ്യായം 6, 7, 8. 2 तीमुथियुस का जो है चौथा अध्याय का जो है 6 से लेके वाक्य 8 तक, 6 से 8. क्योंकि अब मैं अर्क के समान उड़ेला जाता हूँ और मेरे कूच का समय आ पहुँचा है. मैं अच्छी कुश्ती लड़ चुका हूँ, मैंने अपनी दौड़ पूरी कर ली है, मैंने विश्वास की रखवाली की है. भविष्य में मेरे लिए धर्म का वह मुकुट रखा है जिसे प्रभु जो धर्मी और न्यायी है मुझे उस दिन देगा. ഇനി നീതി ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം അല്ലല്ല, തികച്ചു. ഈ 6ാം വാക്യത്തിലാ ഉള്ളത്. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഈ ഒഴിക്കപ്പെടുന്നു. പാനീയ യാഗം എന്ന് പറയുന്നത് രക്തസാക്ഷി മരണമാണ്. यहाँ पे अर्क जो बोला गया है वो जो है वो लहू बहाकर जो होने वाली मृत्यु के बारे में कहा गया है. പൗലോസ് രക്തസാക്ഷിയാകാൻ പോവുകയാണ്. पौलुस जो है वहां पे अपने आप को जो है मतलब पौलुस जो है मरने के लिए जा रहा है वहां पे. അങ്ങനെ രക്തസാക്ഷിയാകുന്ന എനിക്ക് നീതിയുടെ കിരീടം കിട്ടും. वैसे मरने वाले व्यक्ति को जो है धर्म का जो है मुकुट मिलेगा. അപ്പോൾ നീതിയുടെ കിരീടം രക്തസാക്ഷികൾക്ക് കിട്ടുന്നു. जो मसीह के लिए मरते हैं उनको जो है धर्म का मुकुट दिया जाएगा. നമുക്കറിയാം സാധാരണ മരണം പോലെ അല്ല രക്തസാക്ഷി മരണം. मतलब जो आम मृत्यु जो होती है वैसा नहीं है. जो परमेश्वर के लिए जब मरते हैं वहां पे लहू जिसको कत्ल किया जाता है या मृत्यु मारा जाता है, അവരെ പ്രത്യേക शहीद जो किया जाता है, നിത്യതയിൽ ദൈവം മാനിക്കും. उनको जो है परमेश्वर जो है नित्य जीवन में जो है उसको जो है मान सम्मान देंगे. ഇനി 5ാമത്തെ കിരീടം 5वां मुकुट जो है തേജസ്സിന്റെ കിരീടം. वो तेजस का जो है मुकुट, അതാർക്ക് കിട്ടും? वो किसको मिलेगा? 1 പത്രോസ് 5ാം അധ്യായം 1 पत्रोस उसका 5वां अध्याय 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. 1ാം വാക്യം തൊട്ട് വായിച്ചാലേ പിടികിട്ടത്തുള്ളൂ. 1 പത്രോസ് 5ന്റെ 1 മുതൽ 4 വരെ. 5 का 1 से लेके आगे वाक्य
നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. തേജസ്സിന്റെ കിരീടം ആർക്ക് കിട്ടും? ഇടയന്മാർക്ക് കിട്ടും. तेजस यानी महिमा का मुकुट किसको मिलेगा? वो जो रखवाले हैं, भेड़ों के रखवाले, उनको दिया जाएगा. അപ്പൊ പാസ്റ്റർമാർക്ക് കിട്ടുന്ന കിരീടമാണ് തേജസ്സിന്റെ കിരീടം. जो परमेश्वर के दास लोग जो है उनको मिलने वाला मुकुट जो है वो है महिमा का मुकुट. പാസ്റ്ററിന്റെ ഇടയ ശുശ്രൂഷ ഇടയന്മാർക്ക് അറിയാം, അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം. मतलब जो भेड़ों को चलाते हैं, जो परमेश्वर दास लोग हैं, उनकी सेवकाई कैसी है करके उनको पता है. കേരളത്തിലാണെങ്കിൽ ചില ആടുകൾ സാക്ഷിക്കാൻ എഴുന്നേറ്റാൽ ആദ്യത്തെ ഇടിയന്റെ ചങ്കിനിട്ട് കൊടുക്കും. जो केरला में जो वहाँ पे अगर विश्वासी लोग खड़े होते हैं वहाँ पे झगड़ा करने के लिए, तो सबसे पहला मुक्का जो है पासवान को मारते हैं. മുടക്കാനോ ഒക്കത്തില്ല, സ്വതം പറഞ്ഞിരിക്കാനേ ഒക്കത്തുള്ളൂ. वहाँ पे जो है वापस लड़ने के लिए या उसका उल्टा बोलने के लिए नहीं जा सकते. वहाँ पे धन्यवाद बोल के बैठ जाना पड़ता है. പിന്നെ ആടിനെ കൊണ്ടുപോകാൻ മോട്ടിച്ചോണ്ട് പോകാനുള്ള കള്ള ഇടയന്മാരൊക്കെ അപ്പുറത്ത് പാത്തി പോകണം. और फिर जो है भेड़ों को जो है चोरी करके लेके जाने वाले झूठे जो है जो पासवान लोग जो दूसरे जगह खड़े हैं. അവൾ ഈ ആടിനെ ഒന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്ന ഇടിയന്മാർക്ക് കിട്ടുന്ന കിരീടമാണ് തേജസ്സിന്റെ കിരീടം. मतलब वैसे जो है रहने वाले या वैसे जो सेवकाई करने वाले परमेश्वर के दासों को मिलता है महिमा का मुकुट. അപ്പം ഇനി ഒരു കിരീടം കൂടെ ഉണ്ട്, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. एक और मुकुट है, उसको बोल के मैं समाप्त करता हूँ. അപ്പോൾ ഒന്നാമത്തെ കിരീടം പ്രശംസാ കിരീടം. सबसे पहला मुकुट जो है वो आनंद का मुकुट. അത് ആർക്ക് കിട്ടും? वो किसको मिलेगा? ആത്മാക്കളെ. आत्माओं को प्राप्त कर, आत्माओं को बचाने वालों को. രണ്ടാമത്തെ കിരീടം ജീവ കിരീടം. दूसरा जो है जीवन का मुकुट. ആർക്ക് കിട്ടും? वो किसको मिलेगा? മരണമതി എന്ന വിശ്വസ്തരായവർ, मृत्यु तक जो है विश्वास रोगी बन के रहने वाले को, കഷ്ടം സഹിച്ച് ജയാളിയാൾക്ക്. कष्ट सहकर जो है जो जीत गए. ഇനി മൂന്നാമത്തെ കിരീടം तीसरा मुकुट जो है വാടാത്ത കിരീടം, नहीं मुरझाने वाला मुकुट. പ്രതിഷ്ഠ സൂക്ഷിക്കുന്നവർ, जो जिससे निर्णय लिया परमेश्वर है उनको मिलने वाला. നാലാമത്തെ കിരീടം चौथा मुकुट जो है നീതിയുടെ കിരീടം, वो है धर्मी मुकुट, രക്തസാക്ഷികൾക്ക് കിട്ടും. जो परमेश्वर के लिए जो शहीद हो रहे हैं उनको. അഞ്ചാമത്തെ കിരീടം और पांचवा जो मुकुट है തേജസ്സിന്റെ കിരീടം, वो तेजस का मुकुट है. അത് പാസ്റ്റർമാർക്ക് वो മാത്രം. पासवानों के लिए ही सिर्फ है. ഇനി ആറാമത്തെ കിരീടം अब छठा जो मुकुट है പൊൻകിരീടം, वो है सोने का मुकुट. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യം. प्रकाशित वाक्य चौथे का 4. വെളിപ്പാട് 4:4. प्रकाशित वाक्य का 4 का 4. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. അപ്പോൾ उस सिंहासन के चारों ओर 24 सिंहासन है और इन सिंहासनों पर 24 प्राचीन श्वेत वस्त्र पहने हुए बैठे हैं और उनके सिरों पर सोने के मुकुट है. അപ്പോൾ ഈ 24 മൂപ്പന്മാരെ പറ്റിയുള്ള ഒരു വ്യാഖ്യാനം പഴയ നിയമത്തിൽ 12 ഗോത്രപിതാക്കന്മാരുണ്ട്. मतलब इस जो यहाँ पर जो 24 जो है सिंहासन या जो सिंहासन में बैठे हुए जो श्वेत वस्त्रधारी है उनके बारे में जो है पुराने नियम में जो है 12 गोत्र के बारे में बताया गया है. പുതിയ നിയമത്തിൽ 12 അപ്പോസ്തലന്മാരുണ്ട്. और नए नियम में जो है 12 जो है वहाँ पर प्रेरित लोग हैं. അപ്പോൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും സ്വർഗത്തിൽ ചെന്നവരുടെ പ്രതിപുരുഷന്മാരാണ് ഈ 24 മൂപ്പന്മാർ. मतलब पुराना नियम और नए नियम के जो है यहाँ से जो गए हुए स्वर्ग में पहुंचे हुए जो प्रतिपुरुष जो है उनका जो बारे में बताया गया है यहाँ पे. ഇത് ദൂതന്മാരല്ല. ये दूतगण नहीं है. ദൂതന്മാർക്ക് കിരീടമില്ല. दूतगणों को जो मुकुट नहीं है. അപ്പൊ സ്വർഗത്തിൽ ചെന്ന എല്ലാവർക്കും കിട്ടുന്ന കിരീടമാണ് പൊൻകിരീടം. मतलब स्वर्ग में जो पहुंचेंगे उन सबको मिलने वाला मुकुट है सोने का मुकुट. ഈ സൺഡേ സ്കൂൾ ആനിവേഴ്സറിയിൽ ഫസ്റ്റും സെക്കൻഡും ഒക്കെ ജയിച്ചവർക്കൊക്കെ നല്ല നല്ല സമ്മാനം കൊടുക്കും. जो संडे स्कूल जो एनिवर्सरी वगैरह जब होता है तो वहाँ पे फर्स्ट सेकंड जो स्थान पर आने वालों को जो है वहाँ पे अच्छा प्राइस मिलता है. ഒടുവിൽ ഒരു സമ്മാനം കിട്ടാത്ത ചില പിള്ളേർ കാണും. और आखिर में जो है ऐसे बच्चे भी होते हैं जिनको कोई भी सम्मान नहीं मिलता है. അവരെ വിളിച്ച് കേരളത്തിലാണെങ്കിൽ പണ്ട് കാലത്ത് ഒരു കുപ്പി ഗ്ലാസ് കൊടുക്കും, അല്ലെ പെൻസിൽ കൊടുക്കും. मतलब उन लोगों को बुलाकर जो है पहले के समय में केरला में क्या करते थे, कांच का जो ग्लास देते थे या फिर पेंसिल देते थे. ആ സമ്മാനത്തിന് കൊടുക്കുന്ന പേരാണ് കൺസലേഷൻ പ്രൈസ്, പ്രോത്സാഹന സമ്മാനം. मतलब उस सम्मान को बोला जाता है कंसोलेशन प्राइज बोलते हैं या फिर जो है उसको सम्मानित करने वाला जो है भेंट कहते हैं उसको. കാരണം ഇത് കൊടുത്തില്ലെങ്കിൽ അടുത്ത ആഴ്ച ഈ കുഞ്ഞിനെ പിന്നെ സൺഡേ സ്കൂളിൽ കിട്ടത്തില്ല. अगर ये नहीं दिया तो फिर अगले हफ्ते जो है फिर ये बच्चे संडे स्कूल में नजर नहीं आएंगे. അതുപോലെ സ്വർഗത്തിൽ ചെല്ലുന്ന എല്ലാവർക്കും കിട്ടുന്ന കിരീടമാണ് പൊൻകിരീടം. और इस तरीके से स्वर्ग में जाने वाले हर किसी को मिलने वाला मुकुट है सोने का मुकुट.
ഇനിയും ഒരു കാര്യം, ഞാൻ ആയുസ് മുഴുവൻ നടന്ന് ഒരാത്മാവിനെ നേടി. मतलब एक और बात, मैं पूरी उम्र में चला और एक आत्मा को मैंने बचा लिया. എൻ്റെ തലയിൽ ഏത് കിരീടം വയ്ക്കും? मेरे सर पे कौन सा मुकुट रखेंगे? आत्मा को बचाया है, പ്രശംസാ കിരീടം വെച്ചു. मतलब वहां पे प्रशंसा का मुकुट रखा. കർത്താവിന്റെ വെളിപ്പെടുത്താസൻ പാസ്റ്റർ ബിനു ടി ജോൺ ഇപ്പൊ ഡൽഹിയിൽ ഓടി നടന്ന് ഒരു 100 ആത്മാക്കളെ നേടി. और यहाँ पे परमेश्वर शेषदास जो है बिनोटी पास्टर जी जो है पूरे दिल्ली प्रदेश में घूमकर जो है 100 आत्माओं को बचाया. അദ്ദേഹത്തിന്റെ തലയിൽ ഏത് കിരീടം വയ്ക്കും? उनके सर पे कौन सा मुकुट रखेंगे? പ്രശംസാ കിരീടം വയ്ക്കും. उनके ऊपर ആത്മാക്കളെ നേടിയ കഥ आत्मा को जिसने प्राप्त किया. പ്രശംസ കിരീടം വെച്ചു. അപ്പൊ ഒരാത്മാവിനെ നേടിയ എൻ്റെ തലയിൽ വെച്ച അതേ ആനന്ദ കിരീടം 100 ആത്മാവിനെ ഓടി നടന്ന പാസ്റ്റർ ബിനു ടി ജോണിന്റെ തലയിലും വെച്ച നീതിയാവൂ? कहता अगर मैं जिसने एक आत्मा को प्राप्त किया उसके सर पे रखा हुआ जो आनंद का मुकुट और पास्टर जो है बिनू पास्टर जो पूरे दिल्ली में घूम के 100 आत्माओं को प्राप्त बचाया, उनके ऊपर जो रखा हुआ आनंद का मुकुट, दोनों एक समान होंगे तो ये न्याय होगा क्या? എന്നാ പിന്നെ ഒരാത്മാവിനെ നേടി കൈ കൂട്ടി കിടന്നാ മതിയല്ലോ. फिर तो एक ही आत्मा को बचाकर जो है वहां पे हाथ बांध के सो जाना काफी है. ഈ പ്രശംസാ കിരീടവും ആ പ്രശംസാ കിരീടവും തമ്മിൽ തേജസ്സിൽ വ്യത്യാസമുണ്ട്. मतलब ये जो मुकुट है और वो जो मुकुट है, उन दोनों के तेजस में फर्क होगा. അതിൽ മുത്തുകൾ പതിയും. उसमें जो है वहां पे പ്രശംസാ मोतियां लगी होगी. പ്രശംസാ കിരീടവും തമ്മിൽ തേജസ്സിൽ വ്യത്യാസമുണ്ട്. मतलब जो प्रशंसा जो मुकुट है और प्रशंसा मुकुट के आपस में जो है अलगपन है, वहां भिन्नता है. 1 കൊരിന്ത്യർ 15-ാം അധ്യായം തെളിവ്. 1 कुरिन्ती जो है उसका അതിന്റെ 41-ാം വാക്യം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 41-ാം 1 വാക്യം. कुरिन्ती 15 का जो है 41 വാക്യം. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. അടുത്തത് മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ്ണം തന്നെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. मतलब तारों और तारों में जो है तेजस में फर्क है. പ്രശംസാ കിരീടവും തമ്മിൽ തേജസ് കൊണ്ട് मतलब വ്യത്യാസമുണ്ട്. जो आनंद का मुकुट है और आनंद के मुकुट दोनों में जो है अलगपन है. മരിച്ചവരുടെ പുനരുദ്ധാനവും അവിടെ തന്നെ. और जो मरे हुए जो जी उठेंगे उनका पुनरुत्थान भी वैसा ही होगा. കഷ്ടം സഹിച്ചവരുടെ തലയിൽ ജീവകിരീടം വയ്ക്കും. जो मरे हुए जो व्यक्ति हो, मर के जी उठे होंगे, उस व्यक्ति के ऊपर जो है जीवन എന്നാൽ का मुकुट रखेंगे. ജീവിതകാലം മുഴുവൻ കഷ്ടം സഹിക്കുന്ന ദൈവമക്കളുണ്ട്. लेकिन जीवन भर तकलीफ सहने वाले जन हैं. അവിടെ തലയിൽ വെച്ചിരിക്കുന്ന ജീവകിരീടത്തിന്റെ തേജസ്സിന് വ്യത്യാസമുണ്ട്. उनके ऊपर रखे हुए जो है जीवन के मुकुट का जो तेजस में फर्क होगा. കേരളത്തിലൊക്കെ സഭാ ശുശ്രൂഷ വളരെ എളുപ്പമാണ്. केरला में जो है सेवकाई करना बहुत आसान है. അവിടെ തലയിൽ തേജസ്സിന്റെ കിരീടം വയ്ക്കും. वहां पे जो है तेजस का मुकुट रखेंगे. എന്നാൽ ഡൽഹിയിൽ കഷ്ടം സഹിച്ച് പട്ടിണി അനുഭവിച്ച് സഭാ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരുണ്ട്. लेकिन दिल्ली में जो है कष्ट सह करके तकलीफ उठाकर जो है सेवकाई करने वाले അവിടെ തലയിൽ വയ്ക്കുന്ന തേജസ്സിന്റെ കിരീടത്തിന് തേജസ് കൊണ്ട് വ്യത്യാസമുണ്ട്. उनके सिर पे रखे हुए मुकुट का तेजस अलग होगा. ചിലരാത് കിരീടവും വച്ചുകൊണ്ട് നിത്യതയിൽ നടക്കും. कई लोग जो ये 4 मुकुट सर पे रखकर जो है वहां पे अनंत काल में जिएंगे. ചിലരുടെ തലയിൽ ഒരു പൊൻകിരീടം മാത്രം കാണും. और किसी के सर पे सिर्फ एक ही सोने का मुकुट होगा. സ്വർഗ്ഗത്തിൽ ചെല്ലുക മാത്രമല്ല, स्वर्ग में पहुंचना ही काफी नहीं है, എല്ലാ കിരീടവും തലയിൽ ചൂടി हर एक मुकुट को जो है सर पर रखकर നിത്യതയിൽ കർത്താവിനോടൊപ്പം വാഴുവാൻ വേണ്ടി, हमें नित्यता में मसीह के साथ वास करने के लिए കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ച് നിൽക്കാം. हमें परमेश्वर के लिए कष्ट सहकर रहना ആത്മാക്കളെ होगा. നേടാം. आत्मा को प्राप्त करते हैं. എന്തുകൊണ്ട് സുവിശേഷം അറിയിക്കണം? किस लिए हमें सुसमाचार सुनाना है? സുവിശേഷം അറിയിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. हाँ, भी सुसमाचार जो सुनाता है उसके लिए നമ്മുടെ प्रतिफल है. പ്രയത്നങ്ങളൊന്നും അസ്ഥാനത്തല്ല. हमारा प्रयत्न कुछ भी जो है बेकार नहीं जाएगा. നമുക്ക് പ്രതിഫലമുണ്ട്. हमारे लिए प्रतिफल है. കർത്താവിന് വേല ചെയ്യാം. परमेश्वर की सेवकाई करते हैं. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे. വേഗം